നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ ഫുള്ള് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അത്? നാഷണൽ ഇൻകം കോൺസെപ്റ്റ് എന്താണെന്നുള്ളതും, നാഷണൽ ഇൻകം കണക്കാക്കുന്നതിനുള്ള മെത്തേഡ്സ് എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ GDP, GNP, NDP, NNP തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതും, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് എന്താണെന്നുള്ളതും, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്താണെന്നുള്ളതും, ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ഇൻകം എന്താണെന്നുള്ളതും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ ഇന്ന് വരുന്ന, അതായത് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള 5-6 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് നോക്കാം. എന്താണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്? ഒന്നാമത്തെ ഒരു ചോദ്യം ഇങ്ങനെ വരികയാണ്, എന്താണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്? എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യും? നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നാൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഉൽപാദനം, വരുമാനം, ചെലവ് എന്നിവയുടെ മൊത്തം മൂല്യത്തെ അളക്കുന്ന രീതിയാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാനും, അതേപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തിക പോളിസീസ് കൈക്കൊള്ളാനും ഇങ്ങനെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് കൊണ്ട് നമ്മളെ സഹായിക്കുന്നു. ഇനി രണ്ടാമത് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ആരാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന്റെ ഉപയോക്താക്കൾ? ആരാണ്? ഒന്ന് സർക്കാർ, രണ്ടാമത്തത് പോളിസി മേക്കേഴ്സ്, മൂന്നാമത്തത് ഇക്കോണമിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ്, നാലാമത്തത് ബിസിനസ് ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ IMF, വേൾഡ് ബാങ്ക് പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, പിന്നെ പൊതുജനം. ഇവരൊക്കെയാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന്റെ പ്രധാന ഉപയോക്താക്കൾ. എങ്ങനെയാണ് സർക്കാരിന് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് പ്രയോജനപ്പെടുന്നത്? അതായത് 5 ഇയർ പ്ലാൻസ്, ബഡ്ജറ്റ്, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ നാഷണൽ ഇൻകം കണക്കാക്കി കഴിഞ്ഞാൽ ഗവൺമെന്റിന് സഹായകരമാകുന്നു. അതേപോലെ തന്നെ സബ്സിഡീസ്, വെൽഫെയർ സ്കീംസ്, ടാക്സ് പോളിസീസ് എന്നിവ രൂപപ്പെടുത്താനായിട്ട് സർക്കാരിനെ സഹായിക്കുന്നു. ഇനി നമുക്ക് നോക്കാം പോളിസി മേക്കേഴ്സിന് എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുന്നതെന്ന്. പോളിസി മേക്കേഴ്സിന് ഇക്കണോമിക് ഗ്രോത്ത് കണക്കാക്കാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്നു. അതുപോലെ തന്നെ ഇൻഫ്ലേഷന്, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി മുതലായവയൊക്കെ വരുന്ന സമയത്ത് അതിനാവശ്യമായ പോളിസീസ് രൂപപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. അതേപോലെ ഇക്കോണമിസ്റ്റിനും റിസർച്ചേഴ്സിനും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ പെർഫോമൻസ് മനസ്സിലാക്കാനും തിയറീസ് പഠിക്കാനായിട്ടും സഹായിക്കുന്നു. അതേപോലെ തന്നെ ഗ്രോത്ത് റേറ്റ്, പിന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷന്, സെക്ടറൽ കോൺട്രിബ്യൂഷന്, ഇതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇനി ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഡിമാൻഡ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, മാർക്കറ്റ് സൈസ് എന്നിവ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാൻസ് തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, അതായത് IMF, അതേപോലെ തന്നെ വേൾഡ് ബാങ്ക്, പിന്നെ UN പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് രാജ്യങ്ങളെ തമ്മിൽ വർഗീകരിക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് രാജ്യങ്ങൾ തമ്മിൽ വർഗീകരിച്ചതിന് ശേഷം ഡെവലപ്ഡ് ആണോ, ഡെവലപ്പിംഗ് ആണോ, അണ്ടർ ഡെവലപ്ഡ് ആണോ എന്നിങ്ങനെ തരംതിരിച്ചിട്ട് രാജ്യങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം നോക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പം ഈ 6 കൂട്ടരാണ് പ്രധാനമായിട്ടും നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന്റെ ഉപയോക്താക്കൾ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം ഇങ്ങനെ വരികയാണ്, എന്താണ് GDPയും GNPയും NNPയും NDPയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക്കിൽ തന്നെ ഉണ്ട് രാജ്യത്തിന് അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ, രാജ്യത്തിനകത്ത് നടക്കുന്ന ഉൽപാദനം, വരുമാനം ഒക്കെയാണ് നമ്മൾ എന്തിൽ വരുന്നത്? GDPയിൽ വരുന്നത്. അതായത് രാജ്യത്തിനകത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഫോറിനേഴ്സും ഉണ്ടാവും, ഇന്ത്യക്കാരും ഉണ്ടായിരിക്കും. അപ്പം ഈ ഫോറിനേഴ്സും ഇന്ത്യക്കാരും കൂടിയിട്ട് രാജ്യത്തിനകത്ത് നടക്കുന്ന ഉൽപാദനം നമ്മൾ GDPയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വർക്ക് ചെയ്ത് ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് GDPയിലാണ് ആഡ് ചെയ്യുക. പക്ഷെ GNP അങ്ങനെയല്ല. GNP എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യക്കാരുണ്ടാക്കുന്ന വരുമാനമാണ്. GNP എന്ന് പറഞ്ഞാൽ രാജ്യക്കാരുണ്ടാക്കുന്ന വരുമാനമാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ വർക്ക് ചെയ്തിരുന്നു വിചാരിക്കുക. അവിടെ ആ കമ്പനി ഉണ്ടാക്കുന്ന ലാഭം നമ്മൾ GNPയിലാണ് ആഡ് ചെയ്യുക. അതായത് ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ GDP എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആണ്, GNP എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽസ് ഉണ്ടാക്കുന്ന വരുമാനമാണ്. അതാണ് വ്യത്യാസം.
അതായത് ഒന്നും കൂടിയും കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ GDP എന്ന് പറഞ്ഞാൽ വേർ പ്രൊഡ്യൂസ്ഡ്, GNP എന്ന് പറഞ്ഞാൽ ഹൂ പ്രൊഡ്യൂസ്ഡ്. GDP എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനം, GNP എന്ന് പറഞ്ഞാൽ രാജ്യക്കാരുണ്ടാക്കുന്ന ഉൽപാദനം. അപ്പൊ അതാണ് വ്യത്യാസം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് NDP, അതേപോലെ തന്നെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അതായത് ഈ GDPയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? NDP കിട്ടും. NNP കിട്ടാനായിട്ട് GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? NNP കിട്ടും. എന്താണ് ഡിപ്രീസിയേഷന്? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ മൂലധന ശോഷണം. അതായത് നമ്മൾ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് മൂലധന വസ്തുക്കൾ ആവശ്യമുണ്ടായിരിക്കും. എന്താണ് മൂലധന വസ്തുക്കൾ? കെട്ടിടം, വാഹനങ്ങൾ, പ്രവർത്തന ഉപകരണങ്ങൾ എന്നിവ ആവശ്യമുണ്ടായിരിക്കും. കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും കേടുപാടുകളോ സംഭവിക്കുമ്പോഴോ ഇവിടെ മൂല്യശോഷണം വരും. അപ്പൊ ആ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ്. GDPയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ NDPയും GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ NNPയും കിട്ടും. അപ്പൊ നമ്മൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് ഒരു ട്രിക്ക് എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും GDP എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് വേർ പ്രൊഡ്യൂസ്ഡ്, GNP എന്ന് പറഞ്ഞാൽ ഹൂ പ്രൊഡ്യൂസ്ഡ്. ഇതാണ് ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു ട്രിക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായ? ഇന്ന് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരു സർക്കുലർ രീതിയിൽ പ്രവഹിക്കുന്നതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും 4 സെക്ടേഴ്സ് ആണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ +2 ക്ലാസ്സിൽ നമ്മൾ 2 സെക്ടർ മോഡൽ മാത്രം പഠിച്ചാൽ മതി. 3 സെക്ടർ മോഡലും 4 സെക്ടർ മോഡലും നമ്മൾ ഹയർ ക്ലാസ്സിൽ പോണ സമയത്ത് നമ്മൾ പഠിക്കാം. അപ്പൊ 2 സെക്ടർ മോഡലിൽ പ്രധാനമായിട്ടും വരുന്നത് ഹൗസ് ഹോൾഡും ഫേംസുമാണ്. അതായത് ഹൗസ് ഹോൾഡ് ഫേംസ് 2 സെക്ടറിൽ വരും. ഇനി നമ്മൾ ഹയർ ക്ലാസ്സിൽ കുറച്ചും കൂടി പഠിക്കുമ്പോൾ, പക്ഷെ ഇപ്പൊ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മൾക്ക് അത് ഈസി ആയിട്ട് മെമ്മറി ചെയ്യാനായിട്ട് പറ്റും. അതായത് 2 സെക്ടറിൽ ഹൗസ് ഹോൾഡും ഫേംസും വരും. 3 സെക്ടർ എടുക്കുകയാണെങ്കിൽ ഹൗസ് ഹോൾഡ്, ഫേംസ്, ഗവൺമെന്റ്. 4 സെക്ടർ എടുക്കുകയാണെങ്കിൽ വീണ്ടും ഹൗസ് ഹോൾഡ്, ഫേംസ്, ഗവൺമെന്റ് ആൻഡ് ഫോറിൻ സെക്ടർ. അങ്ങനെയാണ് ആ ഒരു ഇത് വരുന്നത്. നമുക്ക് ആദ്യം 2 സെക്ടർ എടുക്കാം. 2 സെക്ടർ എന്ന് പറയുമ്പോൾ അതിൽ എന്താ വരുന്നത്? ഹൗസ് ഹോൾഡും ഫേംസും മാത്രം വരുന്നുള്ളൂ. അപ്പൊ നമ്മൾക്ക് അതൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കും. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനോട് കൂടിയിട്ട് നമ്മളത് വിവരിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡയഗ്രാം വരച്ചു കൊടുക്കണം. അപ്പൊ നമുക്കൊന്ന് ഡയഗ്രാം നോക്കി നോക്കാം. അതായത് ഹൗസ് ഹോൾഡ് 2 സെക്ടർ എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡും ഫേംസും മാത്രമാണെന്ന് പറഞ്ഞല്ല. അപ്പൊ ഹൗസ് ഹോൾഡ്, ഫേംസ്, ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് ഫേംസിന് എന്ത് നൽകുന്നു? ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ നൽകുന്നു. എന്താണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർ. ഇതാണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഹൗസ് ഹോൾഡ് ഫേംസിന് കൊടുക്കുന്നത് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇതിന് പകരം എന്ത് ചെയ്യണം? ഇതിന് പകരം ഫേംസ് ഹൗസ് ഹോൾഡിന് എന്ത് തിരിച്ചു നൽകുന്നു? ഫാക്ടർ ഇൻകം നൽകുന്നു. ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണറിന് ഫാക്ടർ ഇൻകം ആയിട്ട് കിട്ടുന്നത് വേജസ്, റെന്റ്, പ്രോഫിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ്, ഇതൊക്കെയാണ് കിട്ടുന്നത്. അതായത് ലാൻഡ് ആണെങ്കിൽ ലാൻഡിന് കിട്ടുന്നത് റെന്റ്, ലേബർ ആണെങ്കിൽ വേജസ്, പിന്നെ ക്യാപിറ്റലിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ്, എന്റർപ്രണർക്ക് കിട്ടുന്നത് പ്രോഫിറ്റ്. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ഹൗസ് ഹോൾഡ് ഫേംസിന് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നു. ഫേംസ് എന്ത് ചെയ്യുന്നു? അതിന് പകരമായിട്ട് ഹൗസ് ഹോൾഡിന് ഫാക്ടർ ഓഫ് ഇൻകം കൊടുക്കുന്നു. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഹൗസ് ഹോൾഡ്
ഫേംസിന് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർ കൊടുക്കുന്നു. ഫേംസ് അതിന് പകരമായിട്ട് ഫാക്ടർ ഇൻകം ആയ വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഹൗസ് ഹോൾഡിന് തിരിച്ചു കൊടുക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ല? ഇനി അപ്പൊ ഹൗസ് ഹോൾഡിന് ഫാക്ടർ ഇൻകം കിട്ടി. അപ്പൊ ഫേംസ് എന്താക്കുന്നു? ഫേംസ് ഗുഡ്സ് ആൻഡ്, അതായത് ഫേംസ് ഈ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫേംസ് ഈ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫേംസിന് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഫേംസ് ഈ ഫാക്ടർ പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡിലേക്ക് വിൽക്കുന്നു. ഇത് വാങ്ങുന്നത് ആരാണ്? ഹൗസ് ഹോൾഡ് ആണ്. അതിന് പകരമായിട്ട് ഹൗസ് ഹോൾഡ് ഫേംസിന് എന്ത് കൊടുക്കുന്നു? സ്പെൻഡിങ്, പൈസ കൊടുക്കുന്നു, മണി, അല്ലെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നും പറയും. അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഹൗസ് ഹോൾഡ് ഫേംസിന് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നു. ഫേംസ് അതിന് പകരമായി ഹൗസ് ഹോൾഡിന് എന്ത് കൊടുക്കുന്നു? ഫാക്ടർ ഓഫ് ഇൻകം കൊടുക്കുന്നു. അപ്പൊ ഇപ്പൊ ഹൗസ് ഹോൾഡിന്റെ അതിൽ വരുമാനമുണ്ട്, ഇൻകം ഉണ്ട്. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു? ഫേംസ് ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് ഫേംസ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നു. അല്ലെങ്കിൽ ഫേംസ് ഹൗസ് ഹോൾഡിന് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുന്നു. ഹൗസ് ഹോൾഡ് അതിന് പകരമായിട്ട് മണി അല്ലെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫേംസിന് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോയിലാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇക്കോണമിയിൽ നടക്കുന്നത്. അപ്പൊ ഇതിനെയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. +2 ഈ 2 സെക്ടർ മോഡൽ മാത്രം വരുള്ളൂ. ഇതിനെ പറയുന്നതാണ് 2 സെക്ടർ മോഡൽ. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് 3 സെക്ടർ മോഡലുണ്ട്. 3 സെക്ടർ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഹൗസ് ഹോൾഡും ഫേംസിൻ്റെയും കൂടെ ഗവൺമെൻറ്റും കൂടി ചേരും. അതായത് ഇതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഫേംസിന് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നു, ഫേംസ് പകരം ഫാക്ടർ ഓഫ് ഇൻകം കൊടുക്കുന്നു. ഈ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ട് ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുകയും അത് ഹൗസ് ഹോൾഡിലേക്ക് വിൽക്കുകയും ചെയ്യുന്നു. ഹൗസ് ഹോൾഡ് സ്പെൻഡിങ് നടത്തുന്നു. ഇനി ഗവൺമെൻറ്റും കൂടി ചേരുമ്പോൾ ഈ ഹൗസ് ഹോൾഡും ഫേംസും ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നു. അതായത് 3 സെക്ടർ മോഡലിറ്റിയാണ് ഇപ്പൊ പറയുന്നത്. ഈ ടാക്സിന് പകരമായിട്ട് ഗവൺമെന്റ് എന്താണ് ഹൗസ് ഹോൾഡിനും ഫേംസിനും കൊടുക്കുന്നത്? പബ്ലിക് സർവീസസ് ആയ റോഡുകൾ, സ്കൂളുകൾ, അതേപോലെ തന്നെ പബ്ലിക് ആവശ്യങ്ങൾ ഗവൺമെന്റ് ഈ ഹൗസ് ഹോൾഡിനും ഫേംസിനും കൊടുക്കുന്നു. ഇനി ഇതിൽ കൂടെ നമ്മൾ 4 സെക്ടറും കൂടി ഇതിൽ കൂടെ എന്ത് വരും? ഇതിൽ കൂടെ നമുക്ക് ഫോറിൻ സെക്ടറും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഫോറിൻ സെക്ടറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഇതേപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഹൗസ് ഹോൾഡും ഫേംസും തമ്മിൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ നൽകുന്നു. തിരിച്ചു പകരം ഫാക്ടർ ഓഫ് ഇൻകം ഹൗസ് ഹോൾഡിലേക്ക് കൊടുക്കുന്നു. ഫേംസ് ഈ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഹൗസ് ഹോൾഡ് അത് വാങ്ങുന്നു. അതിന് പകരമായിട്ട് മണി ഫേംസിലേക്ക് കൊടുക്കുന്നു. ഈ ഹൗസ് ഹോൾഡും ഫേംസും എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നു. അതിന് പകരമായിട്ട് ഗവൺമെന്റ് അവർക്ക് പബ്ലിക് സർവീസസ് നൽകുന്നു. ഇനി ഫോറിൻ സെക്ടറും കൂടി ഫോർത്ത് സെക്ടറിൽ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഫോറിൻ സെക്ടറും കൂടി വരികയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടുന്ന് സാധനങ്ങളും സേവനങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ സർക്കുലർ ഫ്ലോയിലാണ് എന്ത് വരുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇക്കോണമിയിൽ നടക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വരുന്നത് എന്താണ് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡ്സ് ഒന്ന് വിവരിക്കാനാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ഏതൊക്കെ മെത്തേഡാണ് നാഷണൽ ഇൻകം കണക്കാക്കാനായിട്ട്. നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പഠിച്ചതാണ്. ഒന്നാമത്തത് പ്രൊഡക്ഷൻ മെത്തേഡ്, രണ്ടാമത്തത് ഇൻകം മെത്തേഡ്, മൂന്നാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പം ഫസ്റ്റ് പ്രൊഡക്ഷൻ മെത്തേഡ് നോക്കാം. എന്താണ് പ്രൊഡക്ഷൻ മെത്തേഡ്? ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കിയിട്ട് നാഷണൽ ഇൻകം കണക്കാക്കുന്ന രീതിയാണ് പ്രൊഡക്ഷൻ മെത്തേഡിൽ വരുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ മെത്തേഡിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ ആഡ് ആക്കുന്നില്ല. അതായത് ഫൈനൽ ഗുഡ്സിൽ നിന്നും ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡിൽ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. അതായത് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പ്രൊഡക്ഷൻ നോക്കും. എല്ലാ മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇക്കോണമിയിൽ 3 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷ്യറി
സെക്ടർ എന്നിങ്ങനെ 3 മേഖലകളാക്കിയിട്ടാണ് ഇക്കോണമിയിൽ തിരിച്ചിട്ടുള്ളത്. ഈ 3 മേഖലകളിൽ നിന്നുമുള്ള പ്രൊഡക്ഷൻ നോക്കും. ആ പ്രൊഡക്ഷൻ നോക്കിയതിന് ശേഷം ആണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ നോക്കുമ്പോൾ ഫൈനൽ ഗുഡ്സ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അതിൽ നിന്നും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് കുറച്ചതിന് ശേഷമാണ് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. അതായത് 3 റെലവൻറ്റ് സെക്ടറിൽ നിന്നുമുള്ള വാല്യൂ ആഡഡ് കൂട്ടിയതിന് ശേഷം നമ്മൾക്ക് അതിൽ നിന്നും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് കുറച്ചതിന് ശേഷമാണ് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫോർമുല എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മെത്തേഡ്, ഒന്നാമത്തെ പ്രൊഡക്ഷൻ മെത്തേഡാണ്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ. ഇതിനെ പറയുന്നത് സിഗ്മ എന്നാണ്. ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എന്ന് പറഞ്ഞാൽ ഓൾ റെലവൻറ്റ് സെക്ടേഴ്സിൽ നിന്നുമുള്ള വാല്യൂ ആഡഡ് കൂടുന്നതാണ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ സിഗ്മ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഫ്രം ഓൾ റെലവൻറ്റ് സെക്ടേഴ്സ് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഇതാണ് എന്ത്? നാഷണൽ ഇൻകം. പ്രൊഡക്ഷൻ മെത്തേഡിൽ നാഷണൽ ഇൻകം കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എല്ലാ റെലവൻറ്റ് സെക്ടേഴ്സിൽ നിന്നുമുള്ള പ്രൊഡക്ഷൻ നോക്കിയതിന് ശേഷം അതിൽ നിന്നും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് കുറച്ചതിന് ശേഷം വാല്യൂ ആഡഡ് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. അപ്പം നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. അതായത് എല്ലാ റെലവൻറ്റ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ, അതേപോലെ തന്നെ സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, ഈ 3 സെക്ടർ ഉണ്ട്. നോക്കാം. വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, പിന്നെ ഇന്റർമീഡിയറ്റ് കൺസംഷൻ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, ഇന്റർമീഡിയറ്റ് കൺസംഷൻ. അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നുള്ള വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് എന്താന്ന് നോക്കാം. എന്താന്ന് വിചാരിക്കാം? ഒരു 500 ആണെന്ന് വിചാരിക്കാം. സെക്കൻഡറി സെക്ടറിൽ നിന്നുള്ളത് 400ഉം ടെറിഷറി സെക്ടറിൽ നിന്നുമുള്ള വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 300 ആണെന്ന് വിചാരിക്കാം. പിന്നെ ഇതിൽ നിന്നും എന്ത് നമ്മൾ കുറയ്ക്കണം? ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കണം. ഇന്റർമീഡിയറ്റ് കൺസംഷന് അഗ്രികൾച്ചറൽ സെക്ടറിൽ 100ഉം സെക്കൻഡറി സെക്ടറിൽ 100ഉം പിന്നെ ടെറിഷറി സെക്ടറിൽ ഒരു 50ഉം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫോർമുല എന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ സിഗ്മ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ, അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ നിന്നും ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അഗ്രികൾച്ചറൽ സെക്ടറിൽ നമുക്ക് എത്ര കിട്ടുന്നത്? അഗ്രികൾച്ചറൽ സെക്ടറിൽ നമുക്ക് ഇവിടെ വരുന്നത് 400ഉം ഇവിടെ വരുന്നത് 300ഉം ഇവിടെ വരുന്നത് 250ഉമാണ്. അപ്പൊ കുറച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഇത്രയാണ്. ഇനി നമ്മൾ ഈ 3 സെക്ടറിലും നമ്മൾ കൂട്ടും. 400, 300, 250 നമ്മൾ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 950. മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെയാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത്? അതായത് 3 സെക്ടറിൽ നിന്നുമുള്ള വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കൂട്ടും. ഇതാണ് 3 സെക്ടറിൽ നിന്നുമുള്ള വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഇതിൽ നിന്നും നമ്മൾ 3 സെക്ടറിൽ നിന്നുമുള്ള ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കും. അതിനുശേഷം നമ്മൾ ഇത് ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡിൽ നമ്മൾ എങ്ങനെ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. ഇനി അടുത്തതാണ് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ ഒരു വർഷത്തിൽ നടക്കുന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ എന്നിവയ്ക്ക് കിട്ടുന്ന ഫാക്ടറി ഇൻകം, ആ 3 റെലവൻറ്റ് സെക്ടേഴ്സിൽ നിന്നുമുള്ള ഈ ഫാക്ടറി ഇൻകത്തിന്റെ മൂല്യം കണക്കാക്കിയിട്ട് നാഷണൽ ഇൻകം കണക്കാക്കുന്ന രീതിയാണ് ഇൻകം മെത്തേഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫോർമുല വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാഷണൽ ഇൻകം ഈക്വൽ ടു വേജസ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അങ്ങനെയാണ് ഇൻകം മെത്തേഡിൽ കൂടെ നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കാം. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇൻകം മെത്തേഡ്.
മെത്തേഡിൽ നമ്മൾ എല്ലാ റെലവെന്റ് സെക്ടേഴ്സിൽ നിന്നുമുള്ള ഫാക്ടറി ഇൻകം കൂട്ടുന്നതാണ്. അപ്പൊ ഇതിന്റെ ഫോർമുല വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു വേജസ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഇപ്പൊ മൂന്ന് റെലവെന്റ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, പ്രൈമറി സെക്ടർ തന്നെയാണ് അഗ്രികൾച്ചറൽ സെക്ടർ. നേരത്തെ അഗ്രികൾച്ചറൽ സെക്ടർ എഴുതിയെന്ന് വിചാരിച്ചിട്ട് കൺഫ്യൂഷൻ വേണ്ടേ, രണ്ടും സെയിം ആണ്. ടെറിഷറി സെക്ടർ. ഇപ്പൊ പ്രൈമറി സെക്ടറിൽ നിന്നുമുള്ള വേജ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. പ്രൈമറി സെക്ടറിൽ നിന്നുമുള്ള വേജ് 50ഉം റെന്റ് 100ഉം ഇൻട്രസ്റ്റ് 50ഉം പ്രോഫിറ്റ് 50ഉം ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എത്ര ടോട്ടൽ നമുക്ക് കിട്ടി? 250 കിട്ടി. അതായത് പ്രൈമറി സെക്ടറിലെ വേജ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് നമുക്ക് കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 250 കിട്ടി. ഇനി സെക്കൻഡറി സെക്ടറിലെ വേജസ് 100ഉം പിന്നെ റെന്റ് 100ഉം ഇൻട്രസ്റ്റ് 200ഉം പ്രോഫിറ്റ് 50ഉം ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 450 അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി ടെറിഷറി സെക്ടർ നോക്കാം. ടെറിഷറി സെക്ടറിൽ നിന്നുമുള്ള വേജ് നമുക്ക് 50ഉം ഇൻട്രസ്റ്റ് 50ഉം റെന്റ് 50ഉം ഇൻട്രസ്റ്റ് 50ഉം പ്രോഫിറ്റ് 100 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 250. ഇപ്പൊ നമ്മൾക്ക് മൂന്ന് റെലവെന്റ് സെക്ടറിൽ നിന്നുള്ള വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് കിട്ടി. ഇനി നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്ന സമയത്ത് നമ്മൾ ഇത് മൂന്നും ആഡ് ചെയ്യാം. ഇത് മൂന്നും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 950. കറക്റ്റ് അല്ലേ? റോങ് ഇല്ലല്ലോ? കറക്റ്റ് അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇൻകം മെത്തേഡിൽ നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഇതുപോലെ തന്നെ ഒരു രാജ്യത്തിൽ ഒരു വർഷത്തിൽ വരുന്ന ചെലവുകൾ, അതായത് ചെലവുകൾ എന്ന് പറയുമ്പോൾ കൺസംഷൻ ചെലവ്, അതായത് ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ്, അതേപോലെ തന്നെ ഗവൺമെന്റ് ചെലവുകൾ, പിന്നെ അന്തർദേശീയ വ്യാപാര ചെലവ്. ഈ 4 ചെലവുകളും മൂല്യം കണക്കാക്കിക്കൊണ്ട് നാഷണൽ ഇൻകം കണക്കാക്കുന്ന രീതിയാണ് നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫോർമുല എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞു കൺസംഷൻ ചെലവ്, അതായത് നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ നമ്മൾ കൺസംഷൻ ചെലവ് സി, നിക്ഷേപ ചെലവ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ അത് ഐ എന്ന് പറയും. പിന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ജി, അന്തർദേശീയ പിന്നെ വ്യാപാരത്തിൽ വരുന്ന ചെലവ്, അന്തർദേശീയ വ്യാപാരം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് എക്സ് മൈനസ് എം, അതായത് പിന്നെ നെറ്റ് എക്സ്പോർട്ട്, അതായത് എക്സ്പോർട്ടിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് കുറയ്ക്കും, അതാണ് എക്സ് മൈനസ് എം. അപ്പൊ നമ്മൾ കൺസംഷൻ ചെലവ് ഒരു 100 ആണെന്ന് വിചാരിക്കുക, ഇൻവെസ്റ്റ്മെന്റ് ചെലവ് 200 ആണെന്ന് വിചാരിക്കുക, ഗവൺമെന്റ് ചെലവ് 300 ആണെന്ന് വിചാരിക്കുക, എക്സ് മൈനസ് വരുന്നത് എം വരുന്നത് 400 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ നമുക്ക് എത്ര വരും? 100, 200, 1000. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുക. അപ്പൊ ഈ 3 ഫോർമുലാസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ മെമ്മറിയിൽ വെക്കണം. ഫോർമുലാസ് ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതായത് പ്രൊഡക്ഷൻ മെത്തേഡിലുള്ള ഫോർമുല ഒന്നും കൂടി നോക്കാം. പ്രൊഡക്ഷൻ മെത്തേഡിൽ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ ഓൾ റെലവെന്റ് ഫാക്ടേഴ്സിൽ നിന്നുമുള്ള വാല്യൂ ആഡഡ് കൂടുന്നത്. ഇത് പ്രൊഡക്ഷൻ മെത്തേഡാണ്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ.
അതാണ് പ്രൊഡക്ഷൻ മെത്തേഡിൽ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. ഇനി നമ്മൾ ഇൻകം മെത്തേഡ് ആണെങ്കിലോ ഇൻകം മെത്തേഡിൽ നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത് നമ്മൾ ഫാക്ടറി ഇൻകമായ റെന്റ്, വേജസ്, പിന്നെ പ്രോഫിറ്റ്, പിന്നെ അതേപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഇത് മൂന്നും നമ്മൾ ആഡ് ചെയ്തിട്ടാണ്. അതായത് പിന്നെ വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇത് മൂന്നും ആഡ് ചെയ്തിട്ടാണ് ഇൻകം മെത്തേഡിൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണെങ്കിലോ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കാനായിട്ട് ഉപഭോഗ ചെലവ്, പിന്നെ നിക്ഷേപ ചെലവ്, ഗവൺമെന്റ് ചെലവുകൾ, അതേപോലെ തന്നെ അന്തർദേശീയ വ്യാപാര ചെലവ്, ഇതൊക്കെ കൂടി ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഉപഭോഗ ചെലവിന് നമ്മൾ സി എന്ന് പറയും, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെലവിന് ഐ എന്ന് പറയും, ഗവൺമെന്റ് ചെലവ് ജി എന്ന് പറയും, പിന്നെ അന്തർദേശീയ വ്യാപാര ചെലവ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് കുറയ്ക്കുന്നത് നെറ്റ്, അതായത് എക്സ് മൈനസ് എം. ഇത് മൂന്നുമാണ് ഫോർമുല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല? ഭയങ്കര ഈസിയാണ്, ഇത് മനസ്സിലാക്കി പഠിച്ചാൽ ഈസിയാണ്. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, അതായത് പിന്നെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒന്നാണ് GDP ഡിഫ്ലേറ്റർ എന്താണെന്ന്. എന്താണ് GDP ഡിഫ്ലേറ്റർ? GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ മാക്രോ ഇക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട സൂചികയാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യത്തിൽ വരുന്ന വില വർധനവ്, അതായത് മൊത്തം മൂല്യത്തിൽ വരുന്ന വില വർധനവ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ, അതിനെയാണ് നമ്മൾ പറഞ്ഞത് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത കാലയളവിൽ പിന്നെ നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള അനുപാതത്തെയാണ് ഇത് കാണിക്കുന്നത്. അതായത് GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വർഷത്തിൽ നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള അനുപാതത്തെ കാണിക്കുന്നു. എന്താണ് നോമിനൽ GDP? എന്നാലല്ലേ നമുക്ക് ഈ അനുപാതം അറിയുള്ളൂ. നോമിനൽ GDP എന്താണെന്നും റിയൽ GDP എന്താണെന്നും ആദ്യം നമ്മൾ മനസ്സിലാക്കിയാലാണല്ലോ നമ്മൾ ഈ അനുപാതം എന്താണ്, എങ്ങനെയാണ് കണക്കാക്കാന്നൊക്കെ നമ്മൾക്ക് അറിയുള്ളൂ. അതായത് നോമിനൽ GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ആ വർഷത്തിലെ മാർക്കറ്റ് പ്രൈസിൽ കണക്കാക്കുന്ന രീതിയാണ്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2022 അടിസ്ഥാന വർഷത്തിൽ ഒരു വസ്തുവിൻ്റെ വില 100 ആണെങ്കിലും ഇപ്പം നമ്മൾ 2025 നമ്മൾ ആ വസ്തു ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 2025 മാർക്കറ്റ് പ്രൈസിലാണ് അത് കണക്കാക്കുക. അതായത് ഇതിൽ ഡിഫ്ലേഷനോ ഇൻഫ്ലേഷനോ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. ഇതാണ് നോമിനൽ GDP, അതായത് മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ ആ വസ്തുവിൻ്റെ വില കണക്കാക്കുന്നത്. ഇനി റിയൽ GDP എന്താണ്? റിയൽ GDP പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ബേസ് ഇയറിൽ, അതായത് അടിസ്ഥാന വർഷത്തിലെ വിലയിൽ കണക്കാക്കുന്നതാണ് റിയൽ GDP. ഇതിലൊരു ഫിക്സഡ് പ്രൈസ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതിൽ ഉൽപ്പാദന വർധനയെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഡിഫ്ലേഷനും ഇൻഫ്ലേഷനും അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമുക്ക് എന്താണ് GDP ഡിഫ്ലേറ്ററിന്റെ ഫോർമുല എന്താണ് എന്ന് നോക്കാം. അപ്പം നമുക്ക് നോക്കാം. GDP ഡിഫ്ലേറ്റർ. GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100. ഇനി നമ്മൾ ഇതൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വിവരിച്ചു തരാം. അതായത് 2022 അടിസ്ഥാന വർഷമാണ്, ബേസ് ഇയർ. ഇതാണ് നമ്മൾ എടുക്കുന്ന ബേസ് ഇയർ. ഇനി നമ്മൾ നോക്കാം 2022 നമ്മൾ 10 കിലോ അരി ഉൽപ്പാദിപ്പിച്ചു. 2020 10 കിലോ അരി. 1 കിലോ അരിയുടെ വില 40 രൂപ. അതായത് 2022 10 കിലോ അരി ഉൽപ്പാദിപ്പിച്ചു, 1 കിലോ അരിയുടെ വില 40 രൂപ എന്ന കണക്കിലാണ് നമ്മൾ കണക്കാക്കുന്നത്. 2023 നമ്മൾ 10 കിലോ അരി ഉൽപ്പാദിപ്പിച്ചു, 1 കിലോ അരിയുടെ വില 50 രൂപയാണ്.
ഒന്ന് മനസ്സിൽ വെക്കാം. 2022 ബേസ് ഇയർ. 2022 10 കിലോ അരി ഉൽപ്പാദിപ്പിച്ച 1 കിലോ അരിക്ക് 40 രൂപ നിരക്കില്. 2023 10 കിലോ അരി ഉൽപ്പാദിപ്പിച്ച 1 കിലോ അരിക്ക് 50 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നോമിനൽ GDP എന്താണ്? നോമിനൽ GDP 2022 നോമിനൽ GDP എന്ന് പറയുന്നത് എത്രയാണ്? 2022 നോമിനൽ GDP എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 40 രൂപയാണ്. 10 കിലോ അരിയാണ് ഉൽപ്പാദിപ്പിച്ചത്. അപ്പൊ എന്താണ്? 10 കിലോ അരി ഇൻറ്റു 40 രൂപ ഈസിക്കൽ ടു 400 രൂപ. ഇനി 2023 നോമിനൽ GDP എന്താണ്? മാർക്കറ്റ് പ്രൈസിലാണ്. അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ നോമിനൽ GDP കണക്കാക്കാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 2023 10 കിലോ അരിക്ക് 50 രൂപ നിരക്കില് 500 രൂപ. അതായത് നമ്മൾ മാർക്കറ്റ് പ്രൈസിലാണ് നോമിനൽ GDP കണക്കാക്കുന്നത്. ഇനി നമ്മൾ റിയൽ GDP നോക്കുകയാണെങ്കിലാ, റിയൽ GDP 2022 റിയൽ GDP എന്ന് പറയുന്നത് 10 കിലോ അരിക്ക് 40 രൂപ നിരക്കില് 400 രൂപ. ഇനി 2023 റിയൽ GDP 10 കിലോ അരിക്ക് 50 രൂപയാണ് 2023. പക്ഷെ നമ്മൾ പറഞ്ഞു റിയൽ GDP കണക്കാക്കുമ്പോൾ അടിസ്ഥാന വർഷത്തിൽ ബേസ് ഇയറിലാണ് നമ്മൾ കണക്കാക്കുക എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. അപ്പൊ വില 50 രൂപ 2023 നമ്മൾ ബേസ് ഇയർ ആയ 2022 40 നമ്മൾ റിയൽ GDP കണക്കാക്കുന്നത്. ആ 40 തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ റിയൽ GDP വരുന്നത് 400. ഇനി നമ്മൾ ഈ GDP ഡിഫ്ലേറ്റർ എന്താണെന്ന് ഈ കണക്ക് വെച്ചിട്ട് നമുക്ക് ഫോർമുല വെച്ചിട്ട് ഈ കണക്കും ഈ ഫോർമുലയും തമ്മിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. അപ്പൊ നമ്മൾ 2022 GDP ഡിഫ്ലേറ്റർ 2022 GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നോമിനൽ GDP എന്ന് പറഞ്ഞാൽ 2022 400. റിയൽ GDP എന്ന് പറഞ്ഞാൽ അതായത് ഇതാണ് നോമിനൽ GDP 2022. റിയൽ GDP എന്ന് പറഞ്ഞാൽ 2022 400 തന്നെയാണ് ഇൻറ്റു 100. എത്ര കിട്ടിയത്? നമുക്ക് 100. അതായത് 2022 GDP ഡിഫ്ലേറ്റർ നമുക്ക് കിട്ടിയത് 100. ഇനി നമ്മൾ 2023 GDP ഡിഫ്ലേറ്റർ എത്രയാണെന്ന് നോക്കാം. 2023 GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് 2023 നമുക്ക് നോമിനൽ ഇത് കിട്ടിയിട്ടുള്ളത്, നോമിനൽ GDP കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 500. പിന്നെ 2023 GDP ഡിഫ്ലേറ്റർ നോക്കുമ്പോൾ 2023 നമുക്ക് നോമിനൽ GDP കിട്ടിയിട്ടുള്ളത് 500. റിയൽ GDP നമുക്ക് 2023 എത്ര കിട്ടിയിട്ടുള്ളത്? 400 ഇൻറ്റു 100. അതായത് നമ്മളിത് ഈ ഫോർമുല വെച്ചിട്ടാണ് നോക്കുന്നത് കേട്ടോ. ഈ ഫോർമുല വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് കണക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 125. അതായത് 2022 GDP ഡിഫ്ലേറ്റർ 100ഉം 2023 GDP ഡിഫ്ലേറ്റർ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ 125 അപ്പൊ നമ്മൾ നോക്കും 125 100 25% വില വർദ്ധിച്ചു. അതായത് 2022 വെച്ചിട്ട് 2022 നിന്നും 2023 എത്തുമ്പോൾ 25% വില വർദ്ധിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ മടിയില്ലാതെ ചോദിക്കാം. എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും വീണ്ടും.